പൊതുവെ കോൺഗ്രസ് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷന്റെ മേയർ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മതി. ഒരു സഭ അംഗീകരിച്ചൊരു വ്യക്തിയാണ് മേയർ ആക്കി നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ സഭയെ കൂടുതൽ സഭ പറയുന്ന തീരുമാനങ്ങൾക്കൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് ഞാൻ കോൺഗ്രസിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഫാദർ യൂജിൻ പെരേര കടുത്ത വിമർശനവുമായി സർക്കാരിനെതിരെ കടുത്ത വിമർശനം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഓഗിക്ക് ശേഷം പരാജയമാണ് എന്ന രീതിയിൽ തന്നെയാണ്. പൊതുവെ ഇത് സർക്കാരിനെതിരെ ആയിട്ടുള്ളൊരു അടിയല്ലേ? യഥാർത്ഥത്തിൽ ഇത് സർക്കാരിനെതിരെ തന്നെയുള്ള വിമർശനം തന്നെയാണ്. കാരണം എല്ലാ കാലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരാണെങ്കിലും വി ഡി സതീശൻ സർക്കാരാണെങ്കിലും ഇവരെല്ലാം ദുരന്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇപ്പോൾ കടലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോഴും ചില മനുഷ്യർക്ക് അറിയില്ല. കാരണം കടൽത്തീരത്തുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടലിലേക്ക് പോകുന്ന ആളുകൾ തിരിച്ചു വരാത്ത അവസ്ഥയുണ്ട്. അവരെ നോക്കി കരഞ്ഞിരിക്കുന്ന അവരുടെ കുടുംബമുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കടലിൻ്റെ മക്കൾ എന്ന് നമ്മൾ എപ്പോഴും പേരെടുത്ത് പറയും. ഈ പ്രളയകാലത്ത് പോലും കടലിൻ്റെ മക്കൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് വലിയ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരനുഭവിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് ഇപ്പോൾ യൂജി പെരേര പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓഖിക്ക് ശേഷം ഒരടി പോലും മുന്നോട്ട് പുതിയ കാലഘട്ടത്തിലെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും വിമർശനാത്മകപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ കടലിലേക്ക് പോകുന്ന മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനോ, ഇപ്പോൾ ഒരു റെഡ് ഫ്ലാഗ് വെക്കാനോ അല്ലെങ്കിൽ കോസ്റ്റൽ ഗാർഡുകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാനോ കഴിയാത്തൊരു സാഹചര്യം. ഇപ്പോൾ വലിയ ശക്തമായിട്ടുള്ള മഴകൾ അല്ലെങ്കിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള കാലതാമസം, അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ വി ഡി സതീശനാണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ ഭരിക്കുന്നത് ആരാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രളയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രളയം സംഭവിച്ചത്. പക്ഷെ അതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് പ്രധാനമായിട്ടും പ്രളയം നടന്ന് 24 മണിക്കൂറിനുള്ളിലാണ് ക്യാമ്പ് സജ്ജമാക്കുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ക്യാമ്പിലേക്ക് മുഴുവൻ സാധനങ്ങളും എത്തിക്കാനും കഴിയില്ല, അല്ലെങ്കിൽ ക്യാമ്പ് പെട്ടെന്ന് സജീവമാക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ല, എങ്ങുമില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ എത്ര ദിവസമാണ് ക്യാമ്പുകൾ കിടന്നത് നമുക്കറിയാം. അതിനുശേഷമാണ് പലയിടങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ വന്നത്. പല യുവജന സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ നിന്നും പണം പിരിച്ചിട്ടാണെങ്കിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് നല്ല രീതിയിൽ ഭംഗിയായിട്ട് അവരെ നോക്കുവാനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് വീട് പോലെ തന്നെ വീട് മിസ് ചെയ്യാത്ത രീതിയിൽ അവിടെ ഒരു ക്യാമ്പ് ഒരുക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെയാണ്. അതുമാത്രമല്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒന്നും പ്രളയം നടന്ന് ആ സമയം തന്നെ എത്തുന്നില്ല എന്ന് പറയുന്ന വിമർശനങ്ങളുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അവിടേക്ക് എത്തുകയാണെങ്കിൽ അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ പൊളിയും. കാരണം ഉദ്യോഗസ്ഥരാണ്. ഇവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അവിടേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരുക്കേണ്ട സംവിധാനങ്ങളുണ്ട്, പ്രോട്ടോക്കോളുകളുണ്ട്. പെട്ടെന്ന് വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥരെല്ലാം, ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി അടുത്തേക്ക് ഓടിക്കൂടുന്നു. ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് ചില ആളുകളെ ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെയും കണ്ടു. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഉള്ളൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? അല്ല, 2-3 വീഡിയോ ഇതോടൊപ്പം തന്നെ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല. കാരണം ഇത് പ്രളയം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ വരുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഉന്നയിക്കുന്നത്? അതാണ് ഇതിൻ്റെ റൂട്ട് കോസാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇവർ ഇത് ഉന്നയിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം 2018 പ്രളയത്തിന് ശേഷം ഇങ്ങോട്ട് എത്ര പ്രളയങ്ങൾ നമ്മുടെ നാട് കാണേണ്ടി വന്നു, എത്ര വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ കാണേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ ഭരിക്കുമ്പോൾ പോലും ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിനെന്താണ് പരിഹാരമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പദ്ധതിയൊക്കെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നെതർലാൻഡിലും അവിടെയെല്ലാം പോയി പഠിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി, പഠന വിധേയമാക്കി. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ എവിടെയെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കിയ കോടികൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിനുശേഷം പിന്നീട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ചെയ്തിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ റൂട്ട് കോസ് ഇപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യരോട് ചോദിച്ചാൽ പറയുന്നത് എന്താണ്? തോട്ടിൽ മണൽ നിറഞ്ഞിരിക്കുകയാണ്, ഓടകൾ നിറഞ്ഞിരിക്കുകയാണ്, ഇതൊന്നും വൃത്തിയാക്കാൻ ആരുമില്ല, മണൽ വാരാൻ ആരുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ച പോലെ മണൽ മാഫിയകളാണ് യഥാർത്ഥത്തിൽ
മണൽ മാഫിയ അല്ല, പാറ കോറി മാഫിയകളുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ മണൽ മാഫിയക്കെതിരെ തിരിയുന്നത്. ഇത് വലിയ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുള്ള ഒരു സംവിധാനമാണ്. കാരണം സർക്കാരുകൾക്ക്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വലിയ രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ പാറക്കോറി മാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ പാറകൾ പൊട്ടിച്ചെടുത്ത് എംസാനും ബീസാനും ആക്കി പോകുമ്പോൾ ഇവർക്ക് അടിയുണ്ടാവും ഈ മണൽ വാരിക്കഴിഞ്ഞാൽ. അപ്പോൾ സർക്കാരിന് വലിയൊരു വരുമാനം ഉണ്ടാകുന്ന ഒരു പദ്ധതി കൂടിയാണ്. അപ്പോൾ ഇത് എന്താണെങ്കിലും ചെയ്യുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, 2 മാസമായിട്ടുള്ളൊരു സർക്കാരാണ്. പെട്ടെന്ന് നമുക്ക് ആ സർക്കാരിനെ വിമർശിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് മുഴുവൻ പൊളിച്ചുപണി നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എങ്ങനെയാണോ ഒരു സ്ട്രക്ചർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേ സ്ട്രക്ചറിൽ തന്നെയാണ് പോകേണ്ടത്. അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ, ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത്. ആ സംഘടനാ സംവിധാനം മുഴുവൻ പൊളിച്ചെടുത്തുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ, പുതിയ കാലഘട്ടത്തിന് വേണ്ടിയിട്ട്, കാരണം ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ്. ചില സ്ഥലങ്ങളിലേക്ക് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ കാലത്തെ കൂട്ട് പേപ്പറിൽ എഴുതി ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും എന്തിനാണ് അതിന് കഴിഞ്ഞ സർക്കാർ കെ സ്മാർട്ട് നടപ്പിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. ഇപ്പൊ നമ്മളെ വിഷയത്തിൽ നിന്ന് അല്ല കഴിഞ്ഞ സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റമാണ്. എല്ലായിടത്തും ആ മാറ്റം വേണം. പക്ഷെ ഇപ്പോഴും ചിലയിടങ്ങളിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ സർക്കാരിലും വേണം. അപ്പോൾ ഇനി ന്യായം പൊളിച്ചുപണി വേണം. വി ഡി സതീശൻ സർക്കാർ ഇനി പൊളിച്ചുപണി ഇനി സമയം എടുക്കും, 1 വർഷം ആയിക്കോട്ടെ, ശരി, സമ്മതിക്കാം നമുക്ക്. പക്ഷേ മുതലപ്പൊഴിയിൽ ഉൾപ്പെടെ വിഴിഞ്ഞത്തുമൊക്കെ 3 പേരെയാണ് കാണാതായിട്ട് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ വൈകുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ പിണറായി വിജയൻ അവിടെ പോയിട്ട് നിങ്ങൾ കണ്ടതല്ലേ, ആ സ്ഥിതി കണ്ടതല്ലേ. പുള്ളി ആക്ഷേപിക്കുന്നതായിട്ടാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ശരിയാണ്. കാരണം അത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ ഒരുപാട് വിമർശിച്ചതാണ്. ആരെയാണ്? കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ. എന്തിൻ്റെ പേരിലാണ്? വീണ ജോർജ് ഒരു ആശുപത്രിയിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത്ര പേർ മരിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ സർക്കാരിനെ നോക്കിക്കാണിച്ചുകൊണ്ട് പറയുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഇന്നാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് യഥാർത്ഥത്തിലൊരു ഭരണാധികാരി പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് അതിലേക്ക് രാഷ്ട്രീയം കലർത്തുന്ന ആൾ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേക്ക് നോക്കൂ. ആ കഴിഞ്ഞ സർക്കാരിന് ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ്, ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, കൃത്യമായിട്ട് വികസനം നടത്താൻ കഴിയാത്തതുകൊണ്ടാണ് ആ സർക്കാരിനെ മാറ്റി നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. വി ഡി സതീശനെ എന്തുകൊണ്ടാണ് ജനങ്ങൾ 102 സീറ്റ് കൊടുത്ത് അധികാരത്തിലെത്തിച്ചത്? അദ്ദേഹത്തിലൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്, അദ്ദേഹം ചെയ്യുമെന്നൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും വിശ്വാസത്തെ ആകെ തകർക്കുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതു മധ്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പറയുമ്പോൾ ആ കുടുംബത്തെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അവിടെ അത് നിൽക്കട്ടെ. ആ കുടുംബം അത്രയും ധൈര്യത്തോടെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരുന്ന, ഫിഷറീസ് മന്ത്രിയൊന്നും ആ പരിസരത്തേക്കേ പോയിട്ടില്ല. അപ്പോൾ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരുന്ന പശ്ചാത്തലത്തിൽ പോലും വലിയ സൈബർ അറ്റാക്കുകൾ ആ പെൺകുട്ടിക്ക് നേരെ നീങ്ങുക, വളരെ കൃത്യമായി മറുപടി പറയുന്ന പെൺകുട്ടിക്ക് നേരെ സൈബർ അറ്റാക്കുകൾ വീഴുന്നു. നോക്കൂ, ഇപ്പോൾ കോസ്റ്റൽ സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തിരച്ചിലിനായിട്ട്. ആ സമയത്ത് അവർ ഛർദ്ദിക്കാൻ വരുന്നു എന്നതുകൊണ്ട് തിരിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇത്തരത്തിൽ ഛർദ്ദിക്കാൻ വരുന്നവരെയാണോ നമ്മൾ തിരച്ചിലിനായിട്ട് വിടേണ്ടത്? അത്തരം ചോദ്യചിഹ്നങ്ങളൊക്കെ അവിടെ ബാക്കിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുതലപ്പുഴയിൽ ഉൾപ്പെടെ, ഇപ്പോൾ വിഴിഞ്ഞത്ത് ഉൾപ്പെടെയുള്ള കാണാതായ ജീവനെ പരിഗണിക്കാത്തൊരു സർക്കാരായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശിരൂരിൽ നമ്മൾ അർജുൻ എന്ന ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അർജുന് വേണ്ടി എത്ര എഫേർട്ട് ഇട്ടൊരു നാടാണ് നമ്മുടേത്, ചരിത്രമുണ്ട്. ആ എഫേർട്ട് പോലും 3 മനുഷ്യർക്ക് വേണ്ടി ഇടാൻ ഇത്ര ദിവസമായിട്ടും തയ്യാറാവുന്നില്ല. ആ രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറി. ഇപ്പോൾ ശിരൂരിൽ അർജുന് തെരച്ചിലുണ്ടാവുന്ന സമയത്ത് ഇത്രയും സമ്മർദ്ദം എന്തിനാണ്, ഈ അർജുൻ ആരാണ് എന്ന് കർണാടക വരെ ചോദിക്കുന്നൊരു നിലയുണ്ടായി. എന്തുകൊണ്ട് ഈ 3 ജീവനുകൾക്കപ്പോൾ വിലയില്ലാത്ത രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളവിടെ വിമർശനാത്മകമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കടലിൻ്റെ മക്കൾ എന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടും കടലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് കവിത എഴുതിയിട്ടൊന്നും കാര്യമില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ഇനിയുള്ള സർക്കാരാണെങ്കിലും ശ്രമിക്കണം. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞു. ഛർദ്ദിക്കാൻ വരുന്ന കോസ്റ്റ് ഗാർഡാണ് അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ, അതായത് കോസ്റ്റ് ഗാർഡിന് ഛർദ്ദിക്കാൻ മുട്ടിയതുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നൊരു സാഹചര്യം. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ സിസ്റ്റം മുഴുവൻ പൊളിച്ചു പണിത് അവിടെ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പണിക്ക് നിർത്തിയിട്ടേ കാര്യമുള്ളൂ. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഉൾക്കടലിലേക്ക് പോകാൻ എല്ലാവർക്കും സാധ്യമായിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷെ അതിനെ വിദഗ്ധരായിട്ടുള്ളവരുണ്ടാവും. എന്തുകൊണ്ട് അവരെ തേടിപ്പിടിച്ച് അത്തരം ആളുകളെ കണ്ടെത്താനായിട്ട് തയ്യാറാവുന്നില്ല? വളരെ എക്സ്പീരിയൻസ് അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ആദ്യം എത്തിക്കേണ്ടത്
അല്ല, അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇതിൽ കൃത്യമായിട്ടൊരു പൊളിച്ചുപണി വേണം. കാരണം കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് പോകാൻ കഴിയുന്ന, കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ തന്നെ വെക്കേണ്ടതുണ്ട്. അല്ലാതെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, കടൽ കണ്ടിട്ടില്ലാത്ത ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് അവിടെ നിർത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഈ സർക്കാർ സംവിധാനത്തിലെ പാളിച്ചകളാണ്. ഇത് പരിഹരിച്ച് വേണം ഇനിയും മുന്നോട്ട് പോകാൻ. കാരണം സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കവിത എഴുതിക്കൊണ്ടോ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ചേർത്ത് പിടിച്ചിട്ടോ കാര്യമില്ല. കൃത്യസമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ പറ്റിയാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല മൺസൂണുകളിലും ഇതേപോലെ തന്നെ എത്ര മനുഷ്യരെയാണ് അവിടെ വെച്ച് കാണാൻ. കാരണം പിന്നീട് അവരുടെ കുടുംബത്തിന് മാത്രമാണ് വിഷമം. അവര് കടലിലേക്ക് നോക്കി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അവിടെ സർക്കാരുകൾ ചെയ്യേണ്ടത്, ഇനിയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനും മുന്നോട്ട് ഇറങ്ങേണ്ടതുണ്ട്.